കോഴിക്കോട് ജില്ലയിലേക്ക് പോകുന്നു. കോഴിക്കോട് ജില്ലയിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്നത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായ മാവൂർ മണന്തലക്കടവിൽ നിന്ന് സമീർ സി മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങൾ ചേരുന്നുണ്ട്. സമീർ, അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ് അവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത്? സമീർ. കോഴിക്കോട് ജില്ലയിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. ജനജീവിതം ദുസ്സഹമാകുന്ന വിധത്തിൽ തന്നെയാണ് മലയോര മേഖലയിൽ കാട്ടുപന്നിയും അതുപോലെ കാട്ടാനയും ഒക്കെ എത്തുകയും വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂരിലാണ്. മാവൂർ പാടശേഖരത്താണ് ഉള്ളത്. ഇവിടെ പ്രധാനമായും കാട്ടുപന്നി ശല്യമാണ് രൂക്ഷമാവുന്നത്. രാത്രി എന്നോ പകലെന്നോ ഭേദമില്ലാതെ കാട്ടുപന്നികൾ ഇറങ്ങുകയും വാഴയും കപ്പയും നെല്ലുമൊക്കെ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടുത്തെ കർഷകർ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇവിടുത്തെ കർഷകർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ പങ്കുവയ്ക്കാൻ. കാട്ടുപന്നി ഇപ്പോൾ രാത്രിയും പകലുമൊക്കെ എത്തുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നങ്ങൾ? വളരെ രാത്രി 7 മണിയാകുമ്പോഴത്തേക്ക് കാട്ടുപന്നി ഇറങ്ങുകയാണ്. നേരം വെളുത്ത് 8 മണി വരെ എന്ന് പറഞ്ഞ മാതിരി വയലിൽ മൊത്തത്തിൽ കാട്ടുപന്നികളും മറ്റ് ജീവികളും വന്ന് കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള സഹായങ്ങളും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ അടുത്തുനിന്ന് സർക്കാരിൻ്റെ അടുത്തുനിന്നൊക്കെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ നിന്ന് റിപ്പോർട്ട് വരുന്നത് എന്താ വെച്ചാൽ പഞ്ചായത്തിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നാണ്. അവിടെ പോയിട്ട് പഞ്ചായത്തിലേക്ക് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ എന്താ പറയുന്നത് വെക്കുകയാണെങ്കിൽ അവരുടെ ക്യാഷ് ഇല്ല, ഈ ഷൂട്ടർമാർക്ക് 1500 രൂപ കൊടുക്കണം, അതിനുള്ള സാമ്പത്തികം അവിടെ ഇല്ല എന്നുള്ള മറുപടിയാണ് പറയുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രയാസമുണ്ട്. ഇഞ്ചും മഞ്ഞളും അല്ലാത്ത എല്ലാ കൃഷികളും ഇവ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇപ്പം നെല്ലിൻ്റെ കാര്യവും അതുപോലെ വാഴ ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ നശിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രധാനമായും വാഴയല്ലേ കൃഷി ചെയ്തത്? ഏത്തവാഴ കൃഷിക്കാരനാണ്. ദിവസം രാവിലെ ഒന്ന് നോക്കുമ്പം നിത്യം 1-2 വാഴ ഒടിഞ്ഞിരിക്കും. അങ്ങനെ ദിവസം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പന്നിശല്യം അതിരൂക്ഷമാണ് അവിടെ. പക്ഷേ ഞങ്ങളിത് പല ഭാഗത്തും ഗവൺമെൻറ് ഉദ്യോഗസ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അനാസ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ അനാസ കാണിക്കുന്നത് നമുക്ക് അറിയുന്നില്ല. കൃഷിയല്ലേ പ്രധാനം. ഒരു സംസ്ഥാന പ്രധാന ഘടകം കൃഷിയാണല്ലോ. കൃഷിയിലും അവർ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലാണല്ലോ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് നമുക്ക് കാണാം വലിയ രീതിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് അതുപോലെ നെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ വിളവെടുക്കാറായ ഓരോ കൃഷിയും അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം മറ്റൊരു കർഷകനും കൂടി ചെയ്യുന്നുണ്ട്. എത്രമാത്രമാണ് നിങ്ങളുടെ കൃഷി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? ഇവിടെ തൊട്ട് മുന്നേ തന്നെ നെല്ല് വിളഞ്ഞ് കൊയ്യാറായ നെല്ലാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നിട്ട് കൂട്ടം പന്നികൾ വന്നിട്ട് ഒന്നായിട്ട് നശിപ്പിച്ച് കളഞ്ഞത്. തൊട്ടങ്ങപ്പുറത്ത് വാഴ കൃഷിയുണ്ട്. വാഴ കൃഷിയാണെങ്കിൽ കൊലക്കാറായ വാഴയാണ്. അത് മൊത്തം വന്നിട്ട് കരിമ്പടക്കി അതിൻ്റെ കാമ്പടക്കിയിട്ട് ഒന്നായിട്ട് തിന്ന് പോവുകയാണ്. അപ്പോൾ അതിന് സർക്കാർ തലത്തിലുള്ള സംവിധാനത്തിൽ ഞങ്ങൾ കുറേ അപേക്ഷകൾ ഇതാക്കിയിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരമാർഗ്ഗമൊന്നും കാണുന്നില്ല. എന്നാൽ കർഷകരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഉന്നത സ്ഥലങ്ങളിൽ നിന്ന് ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു അപേക്ഷ. ഈ പ്രദേശത്തിന് തൊട്ടുപിറകിലായാണ് ഗ്വാളിയോർ റയൺസ് ഫാക്ടറി. 400 ഏക്കറോളം ഭൂമിയാണ് അവിടെയുള്ളത്. ഇപ്പോൾ അത് ഉപയോഗിക്കാതെ കാട് പിടിച്ച് കിടക്കുന്ന സാഹചര്യമാണ്. ആ മേഖലയിലാണ് കാട്ടുപന്നികൾ വലിയ രീതിയിൽ പെറ്റുപെരുകയും അത് ഈ നാട്ടുകാർക്ക് ശല്യമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കർഷകരെ സഹായിക്കേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കർഷകർ മുന്നോട്ട് പോകുന്നത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകി. ഇങ്ങനെ